നമസ്കാരം. വീണയൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്ന Spinner Pipes manufacturers of HDPE and PVC pipes. Think irrigation, think spinner. രാഹുൽ ടൈൽസ് ആൻഡ് സാനിറ്ററീസ്, കോവിലകത്തുംപാടം, കേരള ബാങ്കിന് മുൻവശം, തൃശൂർ. അടുക്കളയ്ക്ക് സൗമ്യ സുഗന്ധവും വിഭവങ്ങൾക്ക് രുചിയും. കേരളത്തിന്റെ സഹകരണ ശുദ്ധി ഗ്രീൻ മൈത്രി വെളിച്ചെണ്ണ, ഒരു പെരിങ്ങണ്ടൂർ സർവീസ് സഹകരണ ബാങ്ക് ഉൽപ്പന്നം. മഞ്ഞുകാലത്ത് വിഷച്ചെടിയാകുന്ന വേനൽപ്പച്ച എന്ന ബ്ലൂമിയ തീറ്റയായി നൽകിയതിനെ തുടർന്ന് വെളപ്പായ ചൈന ബസാറിൽ ഗർഭിണിയായ 3 പശുക്കളടക്കം 4 പശുക്കൾ ചത്തു. കുഴിപ്പറമ്പിൽ രവിയുടെ പശുക്കളാണ് കൂട്ടത്തോടെ ചത്തത്. ഒരു പശുവും കിടാവും അതീവ ഗുരുതരാവസ്ഥയിൽ. പശു വളർത്തലിലൂടെ ഉപജീവനം നടത്തുന്ന രവിയുടെയും കുടുംബത്തിന്റെയും തീരാവേദനയിൽ വിറങ്ങലിച്ച് നാട്. പഞ്ചായത്ത് പ്രസിഡന്റ് തങ്കമണി ശങ്കുണ്ണിയും ജനപ്രതിനിധികളും സ്ഥലം സന്ദർശിച്ചു. ബ്ലൂമിയയെ കുറിച്ച് കർഷകർക്ക് വേണ്ടത്ര ധാരണയില്ലാത്തതാണ് ദുരന്ത കാരണമെന്ന എടക്കുളം വെറ്ററിനറി ഡോക്ടർ രാജി രവീന്ദ്രൻ വീണയൻ ന്യൂസിനോട്. റഷ്യൻ കൂലിപ്പട്ടാളത്തിലേക്ക് റിക്രൂട്ട്മെന്റ്, പ്രതികൾ 9 കോടി രൂപ തട്ടിയെടുത്തതായി പരാതി. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ളവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. ഇരിങ്ങാലക്കുട ബസ് സ്റ്റാൻഡിന് സമീപം ട്രാവൽ ഏജൻസി നടത്തുന്ന സുമേഴ്സി ആന്റണിയുടെ നേതൃത്വത്തിലാണ് തട്ടിപ്പ് നടന്നതെന്ന ഇരകൾ. കാനഡ, UK, പോളണ്ട് എന്നിവിടങ്ങളിൽ ഉയർന്ന ജോലി വാഗ്ദാനം ചെയ്തായിരുന്നു തട്ടിപ്പ്. ഇരയായത് 250ഓളം യുവതി യുവാക്കൾ. വടക്കാഞ്ചേരി പോലീസ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി. ചൊവ്വാഴ്ചയാണ് വിയ്യൂർ സബ് ജയിലിൽ നിന്ന് പ്രതികളെ വടക്കാഞ്ചേരിയിൽ എത്തിച്ചത്. മുഖ്യമന്ത്രി പ്രഖ്യാപിച്ച പ്രത്യേക അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. അതിരപ്പള്ളി ഏഴാറ്റുമുഖത്ത് മസ്തകത്തിൽ പഴുപ്പൊലിക്കുന്ന മുറിവോടെ കാട്ടാന. കുങ്കിയാനകളുടെ സഹായത്തോടെ പിടികൂടി. വിദഗ്ധ ചികിത്സ ഉറപ്പാക്കാൻ വനം വകുപ്പ്. ചീഫ് വെറ്ററിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയും 20 അംഗ വിദഗ്ധ സംഘവും ബുധനാഴ്ച അതിരപ്പള്ളിയിലെത്തും. ആനയെ പിടികൂടാൻ വിക്രം, സുരേന്ദ്രൻ എന്നീ കുങ്കിയാനകളും എത്തും. ആവശ്യമെങ്കിൽ മയക്കുവെടി വെക്കാനും ആലോചന. നടപടി വീണയൻ ന്യൂസ് അടക്കമുള്ള മാധ്യമ വാർത്തകളെ തുടർന്ന്. വിയ്യൂർ ജില്ലാ ജയിലിന് മുൻപിൽ പോലീസുകാരുടെ സാന്നിധ്യത്തിൽ റീൽ ഷൂട്ടിംഗ് നടത്തി യൂട്യൂബർ മണവാളൻ എന്ന മുഹമ്മദ് ഷഹീൻ ഷാ. കേരളവർമ്മ കോളേജിലെ വിദ്യാർത്ഥികളെ വാഹനമിടിപ്പിച്ച കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിൽ കുടകിൽ നിന്ന് അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കാൻ എത്തിച്ചപ്പോഴായിരുന്നു റീൽ ഷൂട്ടിംഗ്. പോലീസ് വിലക്കിയിട്ടും ഷൂട്ടിംഗ് തുടർന്ന മണവാളനും സംഘവും. കേസിലെ 1ാം പ്രതിയായ യൂട്യൂബർ എരനല്ലൂർ സ്വദേശി ശക്തമായി തിരിച്ചുവരുമെന്ന് പ്രഖ്യാപനം. 2 ദിനം സംസ്ഥാനത്ത് കൊടും ചൂടിന്റെ രൂക്ഷത. ഉയർന്ന താപനിലയും ഈർപ്പമുള്ള വായുവും അസ്വസ്ഥതയുള്ള കാലാവസ്ഥയ്ക്കും സാധ്യത. പൊതുജനങ്ങൾക്കായി സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. സൂര്യാഘാതം, സൂര്യതാപം, നിർജ്ജലീകരണം എന്നിവയ്ക്ക് സാധ്യതയെന്ന് മുന്നറിയിപ്പ്. 15 വയസ്സുകാരനെ പ്രകൃതി വിരുദ്ധ പീഡനത്തിനിരയാക്കിയ മധ്യവയസ്കൻ പോലീസ് പിടിയിൽ. വടക്കേക്കോട്ടോൽ സ്വദേശി 56-കാരൻ കൃഷ്ണനാണ് പിടിയിലായത്. കളിസ്ഥലത്ത് നിന്ന് കുട്ടിയെ വിളിച്ചുകൊണ്ടുപോയായിരുന്നു പീഡനം. പ്രതി റിമാൻഡിൽ. 4 പതിറ്റാണ്ടിന്റെ പ്രവർത്തന പാരമ്പര്യമുള്ള തെക്കുംകര മണലിത്തറ ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് കെട്ടിടം ചരിത്രത്തിലേക്ക്. ഗ്രൂപ്പ് വില്ലേജ് എന്ന പദവിയും തെക്കുംകര പഞ്ചായത്ത് ഓഫീസിന് മുന്നിലുള്ള വില്ലേജിന് നഷ്ടമാകും. തെക്കുംകര വില്ലേജിന് പുന്നമ്പറമ്പിൽ സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം നിർമ്മിക്കും. മണലിത്തറ വില്ലേജ് ഓഫീസ് മലാക്കയിലേക്ക് മാറ്റും. കെട്ടിട നിർമ്മാണത്തിന് 50 ലക്ഷം രൂപ അനുവദിച്ച സേവർ ചിറ്റലപ്പള്ളി MLA. മതിലകം പൊക്ലായിയിൽ മദ്യം വാങ്ങാനെത്തിയയാളെ കത്തികാട്ടി ഭീഷണിപ്പെടുത്തൽ. കൈപ്പമംഗലം സ്വദേശികളായ 2 പേർ മതിലകം പോലീസിന്റെ പിടിയിൽ. പുതിയ വീട്ടിൽ ഷാനവാസ്, വഴിയമ്പലം കുളങ്ങര വീട്ടിൽ മിൻഷാദ് എന്നിവരെ വധശ്രമം ചുമത്തിയാണ് അറസ്റ്റ് ചെയ്തത്. കുണ്ടന്നൂർ ചുങ്കം സെന്ററിൽ ഇരുചക്ര വാഹനത്തിലെത്തിയ സംഘം യുവതിയുടെ സ്വർണ്ണമാല കവർന്നു. തുരുത്ത് സ്വദേശിനി അനിതയുടെ 3 പവൻ സ്വർണ്ണമാലയാണ് കവർന്നത്. സുഹൃത്തിനൊപ്പം വീട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു കൊള്ള. അന്വേഷണവുമായി പോലീസ്. വടക്കാഞ്ചേരി നടുത്തറ സ്വദേശി രതീഷിന് ലഹരിയാണ് മോണോ ആക്ട്. ലഹരി വലയിൽ നിന്ന് സമൂഹത്തെ രക്ഷിക്കാൻ മോണോ ആക്ട് അവതരണവുമായി രതീഷ് 565 വേദികൾ പിന്നിട്ടു. ബെസ്റ്റ് ഓഫ് ഇന്ത്യ ലോക റെക്കോർഡ് രതീഷിന് സ്വന്തം.